കുഞ്ഞ് ജനിക്കുന്നത് കൂടെ ഒരു അമ്മയും അച്ഛനുമാണ്. അവർക്ക് കുഞ്ഞിനെ എങ്ങനെ പരിപാലിക്കണം എന്നതിനെക്കുറിച്ച് കുറെയേറെ സംശയങ്ങളുണ്ടാവും. പല പല തരത്തിലുള്ള സംശയങ്ങളായിരിക്കാം. കുഞ്ഞിന് നമ്മൾക്ക് പാല് തന്നെയല്ലേ കൊടുക്കേണ്ടത്? എത്രത്തോളം കൊടുക്കണം? എത്ര നേരം കുഞ്ഞിനെ ഫീഡ് ചെയ്യണം? അതുപോലെ തന്നെ കുഞ്ഞിനെ നമുക്ക് എങ്ങനെ സൂക്ഷിച്ച് കെയർ ചെയ്യാം? ഇതിന് എന്തൊക്കെ കാര്യങ്ങൾ കെയർ ചെയ്യാം എന്നുള്ള കാര്യങ്ങള്, പിന്നെ കുഞ്ഞിന്റെ ദേഹത്ത് എന്തെങ്കിലും സോപ്പ് ഉപയോഗിക്കാമോ? പൗഡർ ഉപയോഗിക്കാമോ? അങ്ങനെ വളരെയേറെ സംശയങ്ങളുണ്ടാവും. കുഞ്ഞ് ജനിക്കുന്ന സമയം തൊട്ട് ഒരു കുഞ്ഞ് വളർച്ച എത്തുന്നത് വരെ ആ സംശയങ്ങൾ തുടരുന്നുണ്ട്. കുറെ കാര്യങ്ങൾ അമ്മയും അച്ഛനും കുഞ്ഞിൽ നിന്ന് തന്നെയാണ് പഠിക്കുന്നത്. അങ്ങനെ വളരെ അധികം കാര്യങ്ങൾ. നവജാത ശിശുവിന്റെ പ്രധാന ഭക്ഷണം അമ്മയുടെ മുലപ്പാലാണ്. മുലപ്പാൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് നൽകേണ്ടത് ഓരോ 2 മണിക്കൂർ കൂടുമ്പോഴും കുഞ്ഞ് ഉറങ്ങുകയാണെങ്കിലും ഉണർത്തി കുഞ്ഞിന് പാൽ നൽകണം. പകൽ സമയങ്ങളിൽ 3 മണിക്കൂർ ഇടവേളയിൽ അധികം കുഞ്ഞിന് പാൽ നൽകാതെ ഇരുന്നുകൂടാ. അതുപോലെ പകൽ പാല് കുടിക്കുന്നതിനോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രാത്രി കുഞ്ഞിന് ഉണർത്തി പാൽ കൊടുക്കുന്നത്. രാത്രിയിലാണെങ്കിൽ ചെറിയ കുഞ്ഞുങ്ങൾക്ക്, തീരെ തൂക്കം കുറഞ്ഞ കുഞ്ഞുങ്ങൾക്ക് കൃത്യമായും 2 മണിക്കൂർ സമയം ഇടവിട്ട് തന്നെ പാൽ കൊടുക്കണം. അതല്ല, മാസം തികഞ്ഞ് തൂക്കം ഉള്ള കുട്ടികൾക്കാണെങ്കിൽ 4 മണിക്കൂറിനപ്പുറം അവർക്ക് പാൽ കൊടുക്കാതെ ഇരുന്നുകൂടാ. കുഞ്ഞ് പല സൂചനകൾ നമ്മൾക്ക് തരും കുഞ്ഞ് വിശപ്പാണ് എന്നറിയുന്നത്. ഏറ്റവും പ്രധാനം നേരത്തെ തന്നെ സൂചനകൾ മനസ്സിലാക്കി നേരത്തെ നമ്മൾ കുഞ്ഞിന് പാല് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിന് ഉണ്ടാവുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറ്റാൻ പറ്റുകയും പാല് കുഞ്ഞിന് ശരിയായ രീതിയിൽ കൊടുക്കാനും നമുക്ക് സഹായിക്കും. വളരെ നേരത്തെ ഉണ്ടാകുന്ന സൂചനയാണ് കുഞ്ഞ് ചെറുതായി ശരീരം ഒന്ന് അനക്കി തുടങ്ങും, കൈ വായിലേക്ക് കൊണ്ടുവരും. അങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് ഏർലി ക്യൂസ് എന്ന് നമ്മൾ പറയും. ഏർലി ആയിട്ട് കുഞ്ഞിനുണ്ടാവുന്ന കുഞ്ഞ് വിശക്കുന്നു എന്നുണ്ടാവുന്നതിനുള്ള ലക്ഷണങ്ങൾ. മുഖം ഒരു സൈഡിലേക്ക് തിരിക്കുക, ദേഹമനക്കുക, കൈവായിലേക്ക് കൊണ്ടുവരിക എന്നിവ. കുറച്ചും കൂടെ വിശപ്പ് അധികമാകുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഞെളിവിളി കൊണ്ടു തുടങ്ങാനും കുറച്ച് ചെറിയ കരച്ചിൽ വന്നു തുടങ്ങാനും ഒക്കെ സാധ്യതയുണ്ട്. വിശപ്പ് ഒട്ടും സഹിക്കാൻ പറ്റാതെ ആകുന്നു, അതായത് കുഞ്ഞ് പാൽ കുടിച്ചിട്ട് ഒരു 3 മണിക്കൂറിലേറെയായി, അങ്ങനെയുള്ള അവസരങ്ങളിലാണെങ്കിൽ കുഞ്ഞ് അധികമായി കരയാനും പിന്നെ ആ സമയത്ത് നമ്മൾ പാല് കൊടുത്താൽ കുഞ്ഞ് കുടിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. ദേഹം മൊത്തം ഒന്ന് ചുമന്ന ഒരവസ്ഥയിലെത്തി ഒട്ടും ആശ്വസിപ്പിക്കാൻ പറ്റാതെ കരച്ചിലാകുന്ന ഒരവസ്ഥയിലേക്കും എത്താൻ സാധ്യതയുണ്ട്. 6 മാസം വരെയും മുലപ്പാൽ മാത്രമായിരിക്കണം നവജാത കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണം. 6 മാസത്തിന് ശേഷം നമ്മൾ കുറുക്ക് പരുവത്തിൽ നമ്മൾ കുഞ്ഞിന് ഭക്ഷണം നൽകും. അതിന് ആ ഒരു മുലപ്പാലിൽ നിന്നൊരു ട്രാൻസിഷൻ ആണ് കുറുക്ക് പരുവത്തിൽ നമ്മൾ കുഞ്ഞിന് ഭക്ഷണം നൽകുന്നത്. പ്രധാനമായും നമ്മളുടെ നാട്ടിൽ ഉപയോഗിച്ചു വരുന്ന കുറുക്ക് എന്ന് പറയുന്നത് റാഗി അഥവാ കൂരവിന്റെ ബേസ് ചെയ്തിട്ടുള്ള കുറുക്കുകളാണ്. റാഗി അല്ലെങ്കിൽ കൂരവ് നമുക്ക് പൊടിയായിട്ട് അല്ലെങ്കിൽ അതിനെ അരച്ച് കുറുക്ക് പരുവത്തിൽ കുഞ്ഞിന് കൊടുക്കണം. കുറുക്കുണ്ടാക്കുമ്പോൾ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അത് സ്പൂണിൽ നിന്നും ഒന്ന് ചെറുതായി വിട്ടുവരുന്ന പരുവത്തിലായിരിക്കണം കുറുക്കുണ്ടാക്കുന്നത്. അല്ലാതെ ഒത്തിരിയും വെള്ളം പോലെയോ അല്ലെങ്കിൽ ഒത്തിരി കട്ടിയോ ആയിരിക്കരുത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളുടെ വയറ് ചെറുതാണ്, ഒത്തിരി അളവൊന്നും അവർക്ക് കുടിക്കാനൊക്കെ ഇല്ല. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സാധനം ഏറ്റവും ശരിയായ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള പോഷകങ്ങളും കാര്യങ്ങളും എല്ലാം കുഞ്ഞിന്റെ വയറിലേക്ക് ചെല്ലുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ റാഗി കൊടുക്കുമ്പോൾ കുഞ്ഞിന് കുറച്ച് എനർജി കൂടുതലായിട്ട് കിട്ടാനായിട്ട് 1-2 അളവ് നെയ്യ് അല്ലെങ്കിൽ മധുരത്തിന് ചെറിയ ശർക്കര അങ്ങനെയും നമുക്ക് കൊടുക്കാവുന്നതാണ്. പ്രധാനമായും നമ്മൾ തുടക്കത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് റാഗി വെച്ചിട്ടാണ്. റാഗി അല്ലാതെ ചോറിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഫുഡ്സും വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ചോറ് ഇതേപോലെ നന്നായി വേവിച്ച് ഒരു കുഴമ്പ് പരുവത്തിലാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് കഞ്ഞിവെള്ളം കൊടുത്തു തുടങ്ങാം. ഇതൊക്കെ ആയിരിക്കും തുടക്കത്തിൽ നമ്മൾ കൊടുത്തു തുടങ്ങുന്നത്. ഈ ഒരു 6 മാസത്തിന് ശേഷം പിന്നെ പതിയെ ആയിരിക്കും നമ്മൾ ഓരോരോ ഭക്ഷണ പദാർത്ഥങ്ങൾ കുഞ്ഞിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതും ഓരോരോ ഫുഡ് ഐറ്റം കൊടുക്കുന്നത് ആഴ്ചയിൽ ഒരു ആഹാരം മാത്രമേ നമ്മൾ തുടക്കത്തിൽ കൊടുത്തു തുടങ്ങുകയുള്ളൂ. അതിനുശേഷം അതിന്റെ തവണകൾ നമുക്ക് പതുക്കെ കൂട്ടിക്കൊണ്ടുവരാം. എന്നിട്ട് പിന്നെയും നമ്മളൊരു ഭക്ഷണ പദാർത്ഥം കൊടുക്കുന്നത് അതിന്റെ അടുത്ത ആഴ്ചയായിരിക്കും. കാരണം നമ്മൾ പല ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരു സമയത്ത് കൊടുത്താൽ ഏതിനോടാണ് കുഞ്ഞിന്റെ വയറിന് പിടിക്കാത്തതെന്ന് നമുക്ക് മനസ്സിലാകാൻ സാധിക്കുകയില്ല. അപ്പോൾ പതുക്കെ നമ്മൾ ആണ് ഓരോരോ ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുത്തു തുടങ്ങുക.
പ്രധാനമായും പശുവും പാലും എല്ലാം 1 വയസ്സിന് ശേഷം മാത്രമേ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറയാറുള്ളൂ. അതുപോലെ തന്നെ നമ്മളുടെ മുട്ടയുടെ മഞ്ഞ നമ്മൾക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു തുടങ്ങാം. ഒരു 9, 10 മാസം ആകുമ്പോൾ തന്നെ മുട്ട കൊടുക്കുന്നത് മഞ്ഞ ആദ്യമേ കൊടുത്തു തുടങ്ങാം. അതിനുശേഷം മുട്ടയുടെ വെള്ള 1 വയസ്സിന് ശേഷം കൊടുക്കാം. നമുക്ക് ഒരു 9 മാസം ആകുമ്പോഴത്തേക്കും ഏകദേശം നമ്മളുടെ വീട്ടിലുണ്ടാക്കുന്ന എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും ചെറിയ ചെറിയ അളവിൽ കുഞ്ഞിന് കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുവരാം. അത് നവജാത ശിശുക്കൾക്ക് പ്രത്യേകിച്ച് ഉണ്ടാകാവുന്ന ഒരു പ്രയാസമാണ് കുഞ്ഞിന്റെ വയറിൽ ഗ്യാസ് നിറഞ്ഞിട്ട് ഒത്തിരി തികട്ടി വരിക എന്നുള്ളത്. കാരണം കുഞ്ഞ് പ്രധാനമായും പാല് കുടിക്കുന്നതിനോടൊപ്പം തന്നെ അധികമായും വായു അതും കൂടെ നമ്മുടെ വയറ്റിനുള്ളിലേക്ക് ചെല്ലാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് പാല് കുഞ്ഞിന് കൊടുത്തതിന് ശേഷം ഗ്യാസ് തട്ടിക്കളയുക എന്ന് നമ്മൾ പറയും. അതായത് പല രീതിയിൽ ചെയ്യാം. ഒന്ന്, നമ്മൾ കുഞ്ഞിനെ അമ്മയുടെ തോളിൽ കിടത്തി വയറമുങ്ങുന്ന രീതിയിൽ തോളിൽ കിടത്തിയതിന് ശേഷം നന്നായി പുറക് തട്ടാം. വയറമുങ്ങുന്ന രീതിയിൽ പുറക് തട്ടുക. ആ സമയത്ത് കുഞ്ഞിന്റെ ഗ്യാസ് പുറത്തു പോകാവുന്നതാണ്. പിന്നെ വേറൊരു രീതി, നമ്മളുടെ മടിയിൽ വയറമുങ്ങുന്ന രീതിയിൽ കുഞ്ഞിനെ കിടത്തി നമുക്ക് തട്ടിക്കൊടുക്കാം. ഈ 2 അവസരങ്ങളിൽ നമ്മൾ എപ്പോഴും കുഞ്ഞിന് പാല് കൊടുത്തിട്ട് അത് ചെയ്തു എന്ന് ഉറപ്പാക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഗ്യാസ് പോകണമെന്നില്ല. എന്നാലും കൂടുതൽ സമയവും ഗ്യാസ് പോകാറുണ്ട്. എന്നിട്ട് കുഞ്ഞിനെ കുറച്ചു നേരം അങ്ങനെ തോളിൽ തന്നെ കിടത്തിയതിന് ശേഷം കിടത്തുക. ചെറിയ രീതിയിലുള്ള കവിട്ടലുകൾ കുഞ്ഞുങ്ങൾക്കെല്ലാം സാധാരണയായിട്ടുണ്ടാകും. ഇതൊരു പ്രശ്നമാകുന്നത് കൊടുത്ത പാൽ അത്ര തന്നെയും അല്ലെങ്കിൽ കൊടുക്കുന്നതിലധികം പാൽ തിരികെ വരുന്നു. ആ അവസരങ്ങളിലൊക്കെയാണ് ഇതൊരു പ്രശ്നം എന്നുള്ള രീതിയിലേക്ക് മാറുന്നത്. നവജാത ശിശുക്കൾ കൂടുതലും ഉറങ്ങുക തന്നെയായിരിക്കും. ഒരു ദിവസം 24 മണിക്കൂറിൽ ഒരു 16 തൊട്ട് 18 മണിക്കൂർ വരെയും കുഞ്ഞുങ്ങൾ കൂടുതൽ ഉറക്കം തന്നെയായിരിക്കും. പതിയെ മാത്രമേ ഉണർന്നിരിക്കുന്ന സമയം കൂടി വരികയുള്ളൂ. കുഞ്ഞുങ്ങളുടെ ഉറക്കത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവർ ഉറങ്ങുന്ന അളവ് കൂടുതലാണെന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഉണരുന്ന ഉറക്കങ്ങളായിരിക്കും. അതായത് അവരുടെ സ്ലീപ്പ് സൈക്കിൾ ഒത്തിരി ഷോർട്ട് ആയിരിക്കും. പിന്നെ ഉറക്കം കൂടുതലും പകലായിരിക്കും. രാത്രി അവർ ഉറങ്ങുന്നത് കുറവായിരിക്കും. ആ ഒരു പകൽ രാത്രി വ്യത്യാസം മനസ്സിലാക്കുവാൻ കുഞ്ഞുങ്ങൾക്കായിട്ടില്ല. ആ ഒരു പകൽ രാത്രി വ്യത്യാസം മനസ്സിലാക്കി രാത്രി കൂടുതൽ ഉറങ്ങുന്ന ഒരവസ്ഥ എത്തണമെങ്കിൽ ഏകദേശം ചില കുഞ്ഞുങ്ങൾ ഒരു 3 മാസം വരെ എടുത്തേക്കാം. ജനനശേഷം കുഞ്ഞിന് പ്രധാനമായും 3 വാക്സിനാണ് നൽകുന്നത്. TB-ക്കെതിരെയുള്ള BCG വാക്സിൻ, അത് ഇടത് കൈയിലാണ് എടുക്കുന്നത്. പിന്നെ വായിൽ കൂടെ പോളിയോയുടെ തുള്ളിമരുന്ന്, പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബി എന്ന രോഗത്തിനെതിരെയുള്ള വാക്സിൻ. ഇതാണ് ജനനശേഷം ഉടനെ നൽകുന്ന വാക്സിൻ. പിന്നെയുള്ള വാക്സിൻ നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ പ്രകാരം 6, 10, 14 ആഴ്ച, കുഞ്ഞിന് 9 മാസമുള്ളപ്പോൾ, 1.5 വയസ്സുള്ളപ്പോൾ അങ്ങനെയാണ് പോകുന്നത്. നമ്മൾ പ്രധാനമായും ഡയപ്പർ ഉപയോഗിക്കുന്നതിനേക്കാൾ തുണി ഉപയോഗിക്കുന്നത് തന്നെയാണ് കുഞ്ഞിന് സ്കിൻ അലർജി വരാതെയും കുറച്ചുകൂടെ സ്കിൻ ഫ്രണ്ട്ലി എന്ന് നമ്മൾ പറയും. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഡയപ്പർ ആണെങ്കിലും തുണി ഉപയോഗിക്കുമ്പോഴാണെങ്കിലും അത് വെറ്റായി, പ്രത്യേകിച്ച് തുണി ഉപയോഗിക്കുമ്പോൾ നമ്മൾ മാക്സിമം വെറ്റായി കഴിഞ്ഞാൽ ഉടനെ മാറ്റുക, നനയുന്നതിനനുസരിച്ച് മാറ്റുക. അതാണ് പ്രധാനമായും വേണ്ടത്. പിന്നെ ഉള്ളത്, തുണിയിലാണെങ്കിലും ഡയപ്പറിലാണെന്നുണ്ടെങ്കിലും മോഷൻ പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ വെച്ചുകൊണ്ടിരിക്കരുത്, അത് വേഗം തന്നെ മാറ്റും. ഡയപ്പർ ഉപയോഗിക്കുമ്പോൾ പ്രധാനമായും ഒരു 4 hours മുകളിൽ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും ഏറെ നല്ലത്. ആ ഈർപ്പം നിന്ന് കഴിഞ്ഞാൽ അവിടെ ഇൻഫെക്ഷനും കാര്യങ്ങളും വരാൻ സാധ്യതയുണ്ട്. കുഞ്ഞിന് നമ്മൾ പൊക്കിൾക്കൊടി മാറിയതിനു ശേഷം മാത്രമേ നവജാത ശിശുവിനെ കുളിപ്പിക്കേണ്ട ആവശ്യമുള്ളൂ. അതുവരെ കുഞ്ഞിനെ ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി. നമ്മൾ കുഞ്ഞിന് കാര്യമായ അഴുക്കുകളൊന്നും പറ്റുന്നില്ല. പ്രധാനമായി വയറ്റിന്ന് പോകുമ്പോൾ നമ്മൾ നന്നായി ഒപ്പിയെടുത്ത് തുടയ്ക്കുന്നു. പൊക്കിൾക്കൊടി മാറിയതിനു ശേഷം കുഞ്ഞിനെ നമുക്ക് വെള്ളത്തിൽ കുളിപ്പിച്ചു തുടങ്ങാം. അത് നമ്മൾ മാസം തികഞ്ഞ് ജനിച്ച നല്ല തൂക്കമുള്ള കുട്ടികളുടെ കാര്യമാണ് ഇത് പറയുന്നത്. പക്ഷേ മാസം തികയാതെ ജനിക്കുന്ന തൂക്കക്കുറവുള്ള കുഞ്ഞുങ്ങളിലാണെങ്കിലോ നമ്മൾക്ക് കുഞ്ഞിന് ഒരു പ്രത്യേക, അതായത് 1.8 അല്ലെങ്കിൽ 2 കിലോ, 1.8 വരെ കുഞ്ഞിനെ നമ്മൾ കുളിപ്പിക്കാനായിട്ട് പറയാറില്ല. അതുവരെ കുഞ്ഞിനെ തുടച്ചെടുക്കുക. കാരണം ഈ കുഞ്ഞുങ്ങൾക്ക് തണുപ്പ് തട്ടുന്നത് തന്നെ അവരുടെ തൂക്കം കുറയാൻ സാധ്യത വരുന്നു. അതുകൊണ്ട് നമ്മൾ ആ ഒരു വെയിറ്റ് എത്തുമ്പോഴേ നമ്മൾ തൂക്കക്കുറവുള്ള കുഞ്ഞുങ്ങളെ കുളിപ്പിച്ചു തുടങ്ങാനായിട്ട് നിർദ്ദേശിക്കുകയുള്ളൂ. പിന്നെയുള്ളത്, കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുമ്പോൾ എണ്ണ തേച്ച് കുളിപ്പിക്കുന്നതിനെ കുറിച്ച് ആൾക്കാർ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ സോപ്പ് ഉപയോഗിക്കുന്നതിനെ കുറിച്ച്. കുഞ്ഞുങ്ങളെ അധികം തണുപ്പ് തട്ടാതെ കുളിപ്പിച്ച്, തണുപ്പ് മാറിയ വെള്ളത്തിൽ കുളിപ്പിച്ച് വേഗം തുടച്ച് അവരെ വാമായിട്ട് വെക്കുക എന്നുള്ളതായിരിക്കണം നമ്മളുടെ പ്രധാന ലക്ഷ്യം.
അതായത് ഇപ്പൊ നമ്മൾ കുളിപ്പിക്കുന്നതിനോട് സംബന്ധിച്ച് ഞാൻ പറഞ്ഞായിരുന്നു. കുഞ്ഞുങ്ങളുടെ ശരീരത്തിലെ ചൂട് നഷ്ടപ്പെടാതെ നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത് മാസം തികഞ്ഞ കുഞ്ഞുങ്ങളിലും മാസം തികഞ്ഞ തൂക്കമുള്ള കുഞ്ഞുങ്ങളിലും ശ്രദ്ധിക്കണം. അതിനേക്കാൾ ഉപരി നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം മാസം തികയാതെ ജനിച്ച തൂക്കക്കുറവുള്ള കുഞ്ഞുങ്ങളിൽ. എപ്പോഴും കുഞ്ഞുങ്ങളെ തണുപ്പുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ കെട്ടുടുപ്പും ബ്ലാങ്കറ്റിന്റെ ഉടുപ്പും സ്വെറ്റർ ഉടുപ്പും അതുപോലെ തന്നെ ക്യാപ്പ്, കയ്യും കാലിലും സോക്സ് നന്നായിട്ട് ബ്ലാങ്കറ്റിൽ കവർ ചെയ്ത് വേണം വെക്കാനായിട്ട്. അങ്ങനെ നമുക്ക് കുഞ്ഞുങ്ങളുടെ ശരീരത്തിലെ ചൂട് റെഗുലേറ്റ് ചെയ്യാനും. അതുപോലെ തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ ഹാൻഡിൽ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളുടെ കൈകൾ ക്ലീൻ ആയിരിക്കണം. നമ്മൾക്കിപ്പോ എന്തെങ്കിലും കോൾഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എപ്പോഴും കൈ സാനിറ്റൈസ് ചെയ്യണം. നമ്മൾ അഴുക്കോ വേറെ കാര്യങ്ങളൊക്കെ ചെയ്താൽ കൈ നന്നായി സോപ്പിട്ട് കഴുകണം. അപ്പോൾ നമ്മുടെ കൈയുടെ വൃത്തിയും സൂക്ഷിക്കണം. പ്രധാനപ്പെട്ട വേറെ 2 കാര്യങ്ങളാണ് കുഞ്ഞുങ്ങളുടെ കണ്ണിന്റെ കെയർ, കുഞ്ഞുങ്ങളുടെ പൊക്കിൾ കൊടിയുടെ കെയർ. കണ്ണ് നമ്മൾ കണ്ണിന് വെള്ളം കെട്ട്, പീള കെട്ട് അങ്ങനത്തെ പ്രയാസങ്ങൾ ഉണ്ടാകാം. അപ്പൊ കണ്ണിന് നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. വൃത്തിയുള്ള കോട്ടൺ തുണി കൊണ്ട് അകത്തുനിന്ന് പുറത്തേക്ക് തുടച്ചു കൊടുക്കുക. 2 കണ്ണും സെപ്പറേറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ പൊക്കിൾ കൊടി ആണെങ്കിലും എപ്പോഴും ഡ്രൈ ആയിട്ട് വെക്കുക. അവിടെ പ്രത്യേകിച്ച് മരുന്നോ അല്ലെങ്കിൽ എണ്ണയോ ഉപ്പോ അങ്ങനെ കാര്യങ്ങളൊന്നും പുരട്ടേണ്ട ആവശ്യമില്ല. അത് എപ്പോഴും ഡ്രൈ ആയിട്ട് വെക്കുക. പിന്നെ കുഞ്ഞുങ്ങളുടെ സ്കിന്നില് പൗഡറോ അങ്ങനത്തെ പ്രോഡക്ട്സ് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. സ്കിന്നും എപ്പോഴും നമ്മൾ ക്ലീൻ ആയിട്ട് വൃത്തിയായിട്ട് ശ്രദ്ധിക്കണം. പൊക്കിൾ കൊടികളെ ചുറ്റുമുള്ള ഏരിയ, ആ സ്കിന്നും നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ എന്തെങ്കിലും ചുമപ്പ് പോലെ വരിക, അല്ലെങ്കിൽ പൊക്കിൾ കൊടിയിൽ എന്തെങ്കിലും മണം പോലെ നമുക്ക് തോന്നുക, അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളതും ശ്രദ്ധിക്കണം. പിന്നെ ഫീഡിംഗ് ആണ് ഏറ്റവും പ്രധാനമായ കാര്യം. ഫീഡിംഗ് ഏറ്റവും പ്രധാനമാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് കുഞ്ഞ് ആക്റ്റീവായിട്ട് ഉണർന്ന് നോർമലി ഉള്ളതുപോലെ പാല് കുടിക്കുന്നുണ്ടോ എന്നുള്ള ഉറപ്പാക്കണം. അതും കുഞ്ഞ് ഭയങ്കര ക്ഷീണിച്ച് നമ്മൾ എത്ര ഉണർത്തിയാലും കുഞ്ഞ് ഉണരാതെ കിടക്കുകയാണോ എന്നുള്ളതും ശ്രദ്ധിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യമാണ് കുഞ്ഞിന് പച്ച നിറത്തിലുള്ള ഛർദ്ദല് പോലെ വരുന്നുണ്ടോ, കുഞ്ഞിന് ഫിറ്റ്സ് പോലെ നമുക്ക് സംശയം തോന്നുന്ന എന്തെങ്കിലും അനക്കങ്ങൾ, ഫിറ്റ്സ് ജന്നി പോലെ സംശയം തോന്നുന്ന എന്തെങ്കിലും അനക്കങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, കുഞ്ഞിന്റെ വയറ് വീർത്ത് വരിക, ശ്വാസം മുട്ടലുള്ളത് പോലെ തോന്നുക, നമ്മൾ സാധാരണ കേൾക്കാത്ത ശബ്ദങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുക, കയ്യില് കാലില് മഞ്ഞ നിറം, കൈവെള്ളയിലും കാൽവെള്ളയിലും മഞ്ഞ നിറം പോലെ എന്തെങ്കിലും ഉണ്ടാവുക, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ എന്ന് ശ്രദ്ധിക്കണം.